കറൻസിയുടെ ചരിത്രത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറെ കൗതുകമുണർത്തുന്ന ഒരു ഏടുണ്ട്. നമ്മളിൽ പലരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലത്ത് ഇന്ത്യയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ഇന്നുവരെ അച്ചടിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്ഭുതപ്പെടേണ്ട, ഇന്ത്യയിലെ ഇന്നുവരെ അച്ചടിച്ച ഏറ്റവും ഉയർന്ന മൂല്യമുള്ള നോട്ട് 10,000 രൂപയുടേതായിരുന്നു. ഇന്ന് ഈ നോട്ട് പ്രചാരത്തിലില്ലെങ്കിലും ചരിത്രത്തിൽ 2 തവണ ഈ വലിയ നോട്ട് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ കഥകളിലേക്ക് ഒന്ന് പോവാം. ആദ്യമായി 10,000-ന്റെ നോട്ട് അച്ചടിക്കുന്നത് 1938 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുതായി രൂപീകൃതമായ സമയമായിരുന്നു. വലിയ സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നോട്ട് പുറത്തിറക്കിയത്. എന്നാൽ ഈ നോട്ടിന്റെ ആയുസ് അധികം നീണ്ടില്ല. 1946 കള്ളപ്പണം ഒളിപ്പിക്കുന്നത് പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ നോട്ട് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ സർക്കാർ ഇത് നിരോധിച്ചു. കഥ അവിടെ തീർന്നില്ല. വർഷങ്ങൾക്കു ശേഷം 1954 10,000-ന്റെ നോട്ട് വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും ലക്ഷ്യം പഴയതു തന്നെയായിരുന്നു, വലിയ വ്യാപാര ഇടപാടുകൾ എളുപ്പമാക്കുക. പക്ഷേ വീണ്ടും ആശങ്കകൾ ഉയർന്നു. സാധാരണ ജനങ്ങൾ ഈ നോട്ട് ഉപയോഗിക്കുന്നില്ല എന്നും സമ്പന്നരും കള്ളപ്പണം സൂക്ഷിക്കുന്നവരും മാത്രമാണ് ഇതിന്റെ പ്രധാന ഉപയോക്താക്കൾ എന്നും സർക്കാരിന് ബോധ്യപ്പെട്ടു. ഒടുവിൽ 1978 ഇന്ത്യൻ സർക്കാർ 10,000-ന്റെ നോട്ട് എന്നേക്കുമായി വിരാമമിട്ടു. അന്ന് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അധികാരത്തിൽ. 1000, 5000, 10,000 എന്നീ ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ ഒറ്റയടിക്ക് നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. കള്ളപ്പണത്തിനും കള്ളനോട്ടിനുമെതിരെയുള്ള ശക്തമായ ഒരു നീക്കമായിരുന്നു അത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ട് ഏതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2016 നോട്ട് നിരോധനത്തിന് ശേഷം പുറത്തിറങ്ങിയ 2000 രൂപയുടെ നോട്ടാണ്. എന്നാൽ ആ നോട്ടിന്റെ ഭാവിയും ഇപ്പോൾ അത്ര ശോഭനമല്ല. 2023 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000-ന്റെ നോട്ടുകൾ ബാങ്കുകളിൽ തിരികെ ഏൽപ്പിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചു. ഇത് വിപണിയിൽ നിന്ന് 2000-ന്റെ നോട്ടുകളും ക്രമേണ പിൻവലിക്കുകയാണെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അപ്പോൾ 10,000-ന്റെ നോട്ടിന്റെ ഈ കഥ ഇന്ത്യൻ കറൻസി ചരിത്രത്തിലെ രസകരമായ ഒരു അധ്യായമാണ്. കാലത്തിനനുസരിച്ച് സാമ്പത്തിക നയങ്ങളും കറൻസിയുടെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.